കളർ തെറാപ്പിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് തൈറോയിഡിനെ കുറിച്ചിട്ടാണ്. പൊതുവേ നമ്മൾ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള തൈറോയിഡാണ്. ഒന്ന് ഹൈപ്പോ തൈറോയിഡും ഒന്ന് ഹൈപ്പർ തൈറോയിഡും. ഹൈപ്പോ തൈറോയിഡ് എന്നാൽ എന്താണ്, ഹൈപ്പർ തൈറോയിഡ് എന്നാൽ എന്താണ്, ഇതിൻ്റെ വേർതിരിവ് നമുക്ക് മനസ്സിലാക്കിയിരുന്നാലാണ് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്, സാധാരണ നമ്മൾ ഒരു സാധനം കൂടിയാൽ അതിന് കൂടിയെന്ന് തന്നെയാണ് പറയുന്നത്, കുറഞ്ഞ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞെന്ന് തന്നെയാണ് പറയുന്നത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നത് TSH ആണ്. തൈറോയ്ഡ് കൂടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് TSH ചെക്ക് ചെയ്തിട്ടാണ്. 0.5 മുതൽ 5 വരെയാണ് 5.5 വരെയാണ് അതിൻ്റെ ഒരു തൈറോയിഡിൻ്റെ വാല്യൂ, നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന് മേലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് ഹൈപ്പർ തൈറോയിഡ് എന്നാണ് പറയുന്നത്. ഇത് TSHൻ്റെ കണക്കാണ്, തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഹോർമോൺ. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് തൈറോയ്ഡ് എല്ലാ സാധനങ്ങളും കൂടുമ്പോഴാണ് കൂടി എന്ന് പറയുന്നത്, കുറയുമ്പോഴാണ് കുറഞ്ഞെന്ന് പറയുന്നത്. ഇവിടെ തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഹോർമോൺ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? തൈറോയ്ഡ് കുറഞ്ഞു, അതാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇനി തൈറോയ്ഡ് സ്റ്റിമുലേഷൻ ഹോർമോൺ കുറഞ്ഞു പോയാൽ അതിൻ്റെ അർത്ഥം ഹൈപ്പർ തൈറോയിഡിസം എന്നാണ്, കൂടിപ്പോയിന്നാണ്. കുറഞ്ഞാൽ, TSH കുറഞ്ഞാൽ, ശരിക്കും മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. TSH കുറഞ്ഞാൽ, അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഈ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ദ കിങ് ഓഫ് ഗ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അണ്ടറിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് വരുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന് അനങ്ങാതെ കിടക്കുന്ന ഒരു അവസ്ഥ, ഉറങ്ങുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താനായിട്ട് ആരെങ്കിലും വേണം, അല്ലേ? അപ്പോൾ പുള്ളി, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറച്ച് പേര് അങ്ങോട്ട് പറഞ്ഞു വിടും, അതാണ് TSH. കുറച്ച് പേരെ പറഞ്ഞു വിട്ടിട്ട് വിളിക്കാൻ പറയും. അപ്പോൾ എഴുന്നേക്കലാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ വിടുന്നു. എന്നിട്ട് എഴുന്നേക്കലിനും കുറച്ചും കൂടി കൂടുതൽ പേരെ വിടുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ വരുമ്പോൾ ആ ആൾ എഴുന്നേക്കാത്തതിൻ്റെ പേരിലാണ് കൂടുതൽ ആളുകൾ ചെല്ലുന്നത്. ആ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ മറ്റേ ആൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ വർക്ക് കൂടുതലാണ്. ആള് ഇത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യണം. ആള് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അല്ലേ? വിളിച്ചെഴുന്നേൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കുറച്ച് ആൾക്കാർ വേണം, അതാണ് TSH. അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ ആളെ എഴുന്നേൽപ്പിക്കണം. ഈ പറഞ്ഞ ആളെ എഴുന്നേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടോണിഫിക്കേഷൻ ആണ് വേണ്ടത്, റെഡ് കളറാണ് വേണ്ടത്. അപ്പോൾ റെഡ് കളർ എടുത്ത് ഈ ഭാഗത്ത് അടിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? ഹൈപ്പോ തൈറോയിഡിസത്തിനാണ് പറയുന്നത്, ഇവിടെ ഇട്ട് കൊടുക്കുക. ഇനി അതിനോടൊപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ്? ഈ ഭാഗത്താണ്, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ പിറ്റ്യൂട്ടറിയെയും ഒന്ന് ഉഷാറാക്കേണ്ടതുണ്ട്, ഒന്ന് എളുപ്പമാക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിനെ ഗവേൺ ചെയ്യുന്ന ആരാണ്? പിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ താഴെ കൂടി പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ചുറ്റോട് ചുറ്റും റെഡ് കളർ ഇട്ട് കൊടുക്കുക. ഇവിടെ റെഡ് കളർ ഇട്ട് കൊടുക്കുക, ഇവിടെയും റെഡ് കളർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, TSH കൂടുതലല്ലേ, അപ്പോൾ പിന്നെ കുറച്ചല്ലേ ഇടേണ്ടതെന്ന്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോ? ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സാറിൻ്റെ കീഴിൽ നമ്മളിങ്ങനെ മൈൻഡ് കണ്ടീഷൻ ചെയ്ത് നമ്മുടെ തലച്ചോറ് പണയം വെച്ച് നിൽക്കേണ്ടതായിട്ട് വരും. എനിവേ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്, ക്ഷമിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളർ ഇട്ട് കൊടുക്കുക. റെഡ് കളർ ഇതിന് ചുറ്റോട്, ഈ നഖത്തിൻ്റെ അടി കൂടിയാണ് ഇടേണ്ടത്. ഇവിടെയും റെഡ് കളർ ഇട്ട് കൊടുക്കുക. ഇനി ഹൈപ്പർ തൈറോയിഡിസമാണ്. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമുക്ക് സെഡേഷനാണ് വേണ്ടത്, അതിന് ബ്ലൂ കളറാണ് വേണ്ടത്. അത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, സെയിം ഇവിടെ ഇട്ട് കൊടുക്കുക. ഹൈപ്പർ തൈറോയിഡിസത്തിന് ബ്ലൂവും ഹൈപ്പോ തൈറോയിഡിസത്തിന് റെഡുമാണ് വേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.